ഹലോ എവ്രി വൺ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ജിമ്മിൽ പോവാണ് വർക്കൗട്ട് ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് മെയിനായിട്ടും ഞാൻ 2.5 years കഴിഞ്ഞ് എൻ്റെ അമ്മേനെ കാണാൻ പോവാണ്. ഇന്ന് അമ്മ വരും. അപ്പോൾ അമ്മേനെ റിസീവ് ചെയ്യുമ്പോൾ ഒരു ഫണ്ണി രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മേനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസൽസ് എയർപോർട്ടിൽ പോവാം. പിന്നെ ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊട്ടും താമസിക്കേണ്ട, ലെറ്റ്സ് ബിഗിൻ ദ വ്ളോഗ്. ഞാൻ ജോയിൻ ചെയ്ത ജിം പാക്കേജിനകത്ത് നമുക്ക് കുറേ ഗ്രൂപ്പ് ലെസൺസ് ഉണ്ട്. പിലാറ്റീസ്, യോഗ എന്നൊക്കെ പറഞ്ഞ്. എനിക്കിന്ന് പിലാറ്റീസ് ആയിരുന്നു. അപ്പോൾ പിലാറ്റീസ് എന്ന് പറയുന്നത് യോഗയുടെ വേറൊരു വേർഷനാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് കൊണ്ട് എക്സസൈസ് സ്ട്രെച്ച് ചെയ്യുന്ന പരിപാടിയാണ് പിലാറ്റീസ്. ഒക്കുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. ഇതിപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് പറ്റുമോ എന്നറിയില്ല. ഇതുണ്ട് നമുക്ക് വേണ്ടുന്ന പെട്രോളല്ല, ഇലക്ട്രിക് ചാർജർ ഉണ്ട്. പെട്രോൾ എപ്പോഴും വരുന്നത് ഇലക്ട്രിക് ചാർജിങ് സ്പോട്സ് കാണിക്കും നമ്മുടെ ചുറ്റിനുള്ള. അപ്പം ഗ്രീൻ ആണെങ്കിൽ അത് അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ റീഡിംഗ് ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് 1.5 വർക്കൗട്ടായിരുന്നു കേട്ടോ. ദേഹം മുഴുവൻ നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തവർ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഒന്ന് ഫ്രഷായിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ ചെയ്ത് കുളിച്ചിട്ട് നമുക്ക് സ്ഥലം വിടാം. ഇത് കഴിഞ്ഞ് നമുക്ക് ബസ്സോ ട്രാമോ കയറി പോകാം കേട്ടോ. അതിന് യൂസ് ചെയ്യുന്ന ആപ്പ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. സോ ഈ കാണുന്നതാണ് ഡീലിൻ്റെ ആപ്പിൻ്റെ ലോഗോ. നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാം. പ്രൊഡക്ട്സിൻ്റെ സൈഡിൽ പോയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ നമുക്ക് ഒരു 10 tickets എടുക്കുന്നതാണ് യൂഷ്വലി നല്ലത്. ഇവിടെ റെഗുലറായിട്ട് സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, 1 day ടിക്കറ്റും ഉണ്ട്. പല ടൈപ്പ് ഓഫ് പാക്കേജസ് ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ പിന്നെ നമുക്ക് ഈ ആപ്പ് ത്രൂ കറൻറ്റ് ലൊക്കേഷൻ വെച്ചിട്ട് അതനുസരിച്ചുള്ള എന്താണ് ബസ് അല്ലെങ്കിൽ ട്രാം ആണെങ്കിൽ ട്രാം, അതിൻ്റെ ഡീറ്റെയിൽസും ടൈമിങ്ങും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ എന്താണ് അടുത്തുള്ള നിയർ ബൈ സ്റ്റോപ്പ് എവിടെയൊക്കെയാണെന്ന് നമുക്കിങ്ങനെ സൂമിൻ ചെയ്താൽ നമുക്ക് ഈ യെല്ലോ കളറായിട്ടുള്ള പോപ്പപ്സ് കാണുന്നതാണ് സ്റ്റോപ്സ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബസ് കയറാം അല്ലെങ്കിൽ ട്രാം കയറാം. ഇത് കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കരുത്, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പ് ലൊക്കേഷനൊക്കെ നോക്കി വോക്കേഴ്സ് പേയ്മെൻറ്റിലൂടെ നടന്നു പോവുകയാണ്. ഈ ക്രഫൽ എന്ന് പറയുന്ന കട നമ്മളിവിടുത്തെ അപ്ലയൻസ് സ്റ്റോറാണ് കേട്ടോ. അല്ലാതെ വേറെ കുറേ ഉണ്ട്, മീഡിയ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതാണ് ബസ്സൊക്കെ കയറി ഇറങ്ങി. സൂപ്ലിഷ്യസ് എന്ന് പറയുന്നത് വിൻ്റർ ടൈമിൽ ഭയങ്കര ഡിമാൻഡ് കേട്ടോ സൂപ്പിനൊക്കെ. ഇത് നല്ലൊരു കട, എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ സൂപ്പ് നല്ല സൂപ്പറാണ്. അത് കഴിഞ്ഞതേ ഞാൻ വീട്ടിലെത്തി. ഹലോ ഓൾ. അപ്പം അമ്മ വരുന്നതിന് തൊട്ട് മുന്നേ നമ്മളിപ്പം പാല് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഫാമിൽ പോവാം. നമ്മൾ സ്ഥിരം പിള്ളേർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് ഫാം മിൽക്കാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കിട്ടുന്ന മുട്ടയും വളരെ നല്ലതാണ്. അപ്പം റേറ്റും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഒരു 2 days 3 days ഒക്കെ മാക്സിമം നിൽക്കത്തുള്ളൂ ഫ്രിഡ്ജ് വെച്ചാൽ തന്നെ. പക്ഷേ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൂടുതലും കിട്ടുന്നത് മാസങ്ങളോളം ലാസ്റ്റ് ചെയ്യുന്ന പാലാണ്. വന്നപ്പോൾ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എത്ര കെമിക്കൽ അടിച്ച് കയറ്റിയ സാധനമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത് അത് സേഫ് ആണെന്നൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു മനസ്സിനൊരു ഏതാണ്ട് പോലെ. അപ്പോൾ നമ്മൾ വല്ല സ്മൂത്തിയോ അങ്ങനെയൊക്കെ അടിക്കുമ്പോഴാണ് അങ്ങനത്തെ പാൽ വാങ്ങിക്കുന്നത്. അല്ലാത്ത പക്ഷം മെയിനായിട്ട് നമ്മൾ ഫാം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫാം ചെറിയതായിട്ട് കാണിച്ചു തരാം. ഒരു ഫാം വിങ്കലുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്. അവിടുത്തെ അമ്മച്ചി സമ്മതിച്ചാൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അത് ഓപ്പൺ ആണല്ലോ. അപ്പോൾ എങ്ങനെ ഇറങ്ങും?
നോക്കാം വിസൈൻ ഓപ്പൺ ആണോ ക്ലോസ് ആണോ. This is Jamie Jones, who resumes his residency in Ibiza at Amnesia. That happens every Wednesday. Paradise. We'll talk more about being defected in moments, but first, let's do this. Hey, I'm Robin Schulz here on One World Radio. Sorry. നമ്മൾ ഡേ ചെക്ക് ചെയ്യാതെയാണ് പാല് വാങ്ങിക്കാൻ പോയത്. തേഴ്സ്ഡേസിൽ ഇവർ യൂഷ്വലി വർക്ക് ചെയ്യത്തില്ല, അതായത് ഈ ഫാമുകാർ വർക്ക് ചെയ്യത്തില്ല. അപ്പം ഇനി അടുത്ത ദിവസം വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വെളിയിലത്തെ സെറ്റപ്പൊക്കെ ഞാൻ ചെറുതായിട്ട് കാണിച്ചല്ലോ. അടുത്ത പ്രാവശ്യം ഒരു ഈ കടയുടെ അകവശം കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ അവരുടെ വിങ്കലിനകത്ത് എന്തൊക്കെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവരുടെ വീടാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ പുറകിൽ ആ ഫാമിൻ്റെ ഷോപ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മാറിയാണ് ഇവരുടെ പശുത്തൊഴുത്ത്. അത് കഴിഞ്ഞ് കാത്തുമതി സ്കൂളിൽ നിന്ന് വന്നു. കെന്നും സ്കൂളിൽ നിന്ന് വന്ന് അവർക്ക് വെജിറ്റബിൾ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയായിട്ട് വേണം അമ്മേനെ പിക്ക് ചെയ്യാൻ പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഡച്ചിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടിയിലുള്ള ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ A1 A2 ക്ലിയർ ചെയ്തു. ഇനി അടുത്ത ലെവല് ഞാൻ സൂൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതുവരേക്കും ഒന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡുവോലിംഗോ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് രീതി പഠിപ്പിക്കുന്ന അതൊരു ഇച്ചിരി ഇൻറ്റൻസീവായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്തെങ്കിലും ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡുവോലിംഗോ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ A1 A2 കംപ്ലീറ്റ് ചെയ്താലും നമുക്കിവിടെ സിറ്റിസൺഷിപ്പ് കിട്ടത്തുള്ളൂ. അപ്പം അതൊരു ക്രൈറ്റീരിയയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അമ്മമ്മേനെ വിളിക്കാൻ പോവാണ്. അമ്മമ്മയ്ക്ക് ഒരു പ്രാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാവും എന്നറിയില്ല. അമ്മമ്മ അവിടെ ടെൻഷൻ അടിച്ചൊരു പരുവാകുമായിരിക്കും. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ബ്രസൽസ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഫുൾ ഇവിടെ പണികളൊക്കെ നടക്കുകയാണ്. നേരെ നമുക്ക് പാർക്കിങ്ങിലേക്ക് പോവാം. ഇനി അമ്മയുടെ നേരെ ഒരു പ്രാങ്ക് വെക്കാനുണ്ട്. എന്താവോ എന്തോ. ടാക്സി ഡ്രോപ്പ് ഓഫ് ആണ് അങ്ങോട്ട്. ഇങ്ങോട്ട് ലോക്ക് റിസർവേഷൻ. ഈ റിസർവേഷൻ സോൺ നമ്മൾ റിസർവ് ചെയ്തിട്ടില്ലല്ലോ. ഇത് നമുക്ക് റിസർവ് ചെയ്തിട്ട് ഓൺലൈൻ റിസർവ് ചെയ്തിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ നമ്മളത് ചെയ്തില്ല. ഹോളിഡേ പാർക്കിംഗ് ഇവിടെ ഉണ്ടടാ. ഹോളിഡേ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഒരു മാസത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഹോളിഡേ പാർക്കിംഗ്. ഒരാൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ടോ. ഡിസ്ഗൈസ് ചെയ്ത് പോവുകയാണ്. ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് തിരിയുന്നുണ്ടോ. പ്ലക്കാർഡൊക്കെ പിടിച്ചോണ്ടാണ് പോയിരിക്കുന്നത്. പ്ലക്കാർഡൊക്കെ പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അമ്മേനെ റിസീവ് ചെയ്യുന്നത്. അമ്മയോട് ഇപ്പം നമ്മൾ വിളിച്ച് പറയാൻ പോവാണ്. നമ്മൾ ഈ എടുത്ത എഫേർട്ടൊക്കെ വെറുതെ ആയിപ്പോയി. അമ്മമ്മ അതിന് മുന്നേ ഇറങ്ങി വന്ന് ഞങ്ങളെ കൈയോടെ പിടിച്ചു. അപ്പം അങ്ങനെ പ്രാങ്ക് ഫ്ലോപ്പായി. അതെ അത് കിട്ടി. ഹായ് ഒന്നും കൂടെ പറയൂ. ഞങ്ങളിപ്പോൾ ഇവിടെ KFC കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രസൽസിൽ നിന്ന് നമ്മൾ പോകുമ്പം ഈ റിംഗ് റോഡിൽ ഇങ്ങനത്തെ ഒരു എല്ലാ പെട്രോൾ പമ്പിലും സംഭവം കഴിക്കാൻ കാണും. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ എല്ലാം പറഞ്ഞു. ഫേവറേറ്റ് ചക്ക ചിപ്സ്, ചക്ക വരട്ടിയത്, പിന്നെ മൈ നാത്തൂൻസ് ഹോം ടൗൺ സ്പെഷ്യൽ തട്ട ആൻഡ് കുഴലപ്പം. ഇവരെയൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇത് കാത്തൂനാണോ? നമുക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഇതൊക്കെ എവിടെ
അമ്മയും ബോയ് വാവ് ഇത് നല്ല രസമുണ്ട്. കെന്നുവിന്റെ കണ്ണാടി കൊടുക്കണേ. എവിടെ ഇതാ, ഇതാ, ഇതാ. ആ കെന്നി കണ്ണാടി. വാവ്, കെന്നി കണ്ണാടി വെച്ചേ. ഇത് എവിടുന്നാ മേടിച്ചത് ഈ സാധനം? എവിടുന്നാ? ഏവണ്ണി പോയപ്പോ വാങ്ങിച്ചു. കെന്നിയുടെ കണ്ണാടി. കെന്നി കണ്ണാടി കിട്ടെ. ഓ സൂപ്പർ. അയ്യോ അയ്യോ ഇങ്ങോട്ട് കാണിച്ചേ. നന്നു ഒന്ന് കാണിച്ചേ. കെന്നു ഇങ്ങോട്ട് നയിക്കേ. കെന്നു ഇങ്ങോട്ട് നയിക്കേ. കെന്നു കെന്നു അപ്പ കാണിച്ചേ. കെന്നു അപ്പ നോയിക്കേ. കെന്നു അപ്പ നോയിക്കേ. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ മെഡിസിൻ, പിന്നെ പിന്നെ പിള്ളേരുടെ രണ്ടും പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്ക് ഓരോരുത്തർക്ക് ഉടുപ്പ് മാത്രം കൊണ്ടുവന്ന് രണ്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് അതെ ഫ്രണ്ട്സ് ഉണ്ട്. ആ അതാ എടുത്തേച്ച് അവിടെ ഫേവറേറ്റ്. ആ ചുമ്മാ പിള്ളേർക്ക് അല്ല അതിന് അന്നു ഒരെണ്ണം എടുത്തിട്ട് ആ അല്ലെ രണ്ടിന് അന്നുവിന് കൊടുക്ക്. ഓരോ കളർ വലിയ പേഴ്സല്ലേ. ആ എടുക്കണേ എടുത്തു. ചെറുതാക്കത്തും പറ്റത്തില്ലേ തിരിച്ച്. ആ അത് തന്നെ അങ്ങനെ. ആ സൈഡിലായി പോയി. അപ്പോൾ അത്രയൊക്കെയാണ് കുട്ടി അൺബോക്സിങ്. ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നാടൻ അച്ചായത്തി സൈനിങ് ഓഫ് ഫ്രം ബെൽജിയം. ബൈ.